ശ്രീ പാണ്ഡ്യാല ഷാജി, എന്തു തോന്നുന്നു? സ്വപ്നയുടെ അഭിമുഖത്തിൽ പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കള്ളം പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണ് 100%. കാരണം അവർ ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. പുറം ലോകം മനസ്സിലാക്കണം, ഇപ്പോഴും പിണറായി വിജയൻ വിശുദ്ധനാണ്. 10 വർഷം കൊണ്ട് പിണറായി ഉണ്ടാക്കിയതും കടത്തിയതും പിണറായിയുടെ ഇൻ്റർനാഷണൽ ഡീലുകളൊക്കെ അറിയാവുന്ന ഒരാൾ അതൊക്കെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ വിജയേട്ടൻ അങ്ങനെ ഒന്നും അല്ല എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പക്ഷേ നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആസ്തി എത്രയുണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചേ ഉള്ളൂ. അത് സഹസ്രകോടികളാണെന്ന് പറയുന്നു. മാത്രമല്ല, US, യൂറോപ്പ്, ഫ്രാൻസ്, പിന്നെ ജപ്പാൻ ഇവിടങ്ങളിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. വെറുതെ അന്തരീക്ഷത്തിൽ നിന്നിങ്ങനെ കഥയുണ്ടാക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, അവർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയനെപ്പോലുള്ള ഒരാൾക്ക് എതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം, നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഡീലുകളുടെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ കൂടി അതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അവർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിൻഡിക്കേറ്റ്, ആ സിൻഡിക്കേറ്റിൽ നിന്ന് ചിലരെ മാത്രം അടർത്തിയെടുത്ത് പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്, അവരെ വിമർശിക്കുകയാണ്, അവരെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തുകാരിയായിട്ട് അങ്ങനെ മുദ്ര കുത്തുകയാണ്. പക്ഷേ യഥാർത്ഥ പ്രതി ഇപ്പോഴും പുറത്ത് വിരാജിക്കുന്നു. പുറത്തുള്ള ജനങ്ങൾ, പാർട്ടിക്കാരടക്കം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരടക്കം അടി കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒന്നും സംശയമില്ല. പക്ഷേ എങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ ഇങ്ങനെ ഒരാളെ? പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റാണല്ലോ. ഇത്തരം രാജ്യദ്രോഹികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? എവിടെയാണ് പാളിച്ച പറ്റിയത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം? നമസ്കാരം നമ്പ്യാർ. നമ്മൾ സംസാരിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ജഗുപ്സാവഹം എന്ന ഒരു പദം നമുക്ക് ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മേലെ പ്രയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രയോഗിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരാൾ അത് വാസ്തവത്തിൽ ഈ മുൻ കേരള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായിട്ടുള്ള മിസ്റ്റർ വിജയനാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. മറ്റ് വിഷയങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുൻപ് ഞാൻ ഇതിനകത്തുനിന്ന് പിന്നെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടതും ബഹുമാനപ്പെട്ട രാജ്മോഹൻ സാർ പറഞ്ഞിട്ടുള്ളതുമായ ഒരു വിഷയത്തിനകത്ത് മാത്രം ഞാൻ സാധനം പറയാം. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഈ 3 അടിസ്ഥാനപരമായിരിക്കുന്ന നീതിയുമായി ബന്ധപ്പെട്ട 3 അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകങ്ങളെ ഇത്ര നിർദ്ദയമായി ഉപയോഗിച്ച് അതിനകത്തുള്ള മുഴുവൻ ലൂപ്പ് ഹോൾസുകളെയും പ്രയോഗിച്ച് തനിക്കെതിരെ വന്നിരിക്കുന്ന ഏത് സംഭവത്തെയും രാവണൻ കോട്ട പോലെ, ലാബ്രിയന്ത് പോലെ കെട്ടി നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് നിങ്ങൾ കേരളത്തിൽ പറയാമോ? മറ്റൊരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന പേര് ഡിസേർവ് ചെയ്യുന്ന പേരാരാന്നാണ് ഈ വിജയൻ്റെ പേരാണ്. ഇവിടെയാണ് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു പിന്നെ ഞാനൊരു പലതവണ പറഞ്ഞതാണ്, കേരളം കണ്ട ഏറ്റവും റവല്യൂഷണറി ആയിരിക്കുന്ന സ്ത്രീയാണവർ, ഏറ്റവും റവല്യൂഷണറി ആയ സ്ത്രീ. അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ആര് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അവിടെയാണ്. ആ ചോദ്യത്തിന് ആദ്യത്തെ ഘടകം വരുന്നത് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനും ബുദ്ധിശാലിയുമായിരിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ. ആ ശിവശങ്കറിനെ ഉപയോഗിച്ചാണ് സ്വപ്ന സുരേഷിനെ വളരെ കൃത്യമായി സ്വാധീനിച്ച് ഈ വലയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ട്രാപ്പ് ചെയ്യുന്നത്. ഈ ട്രാപ്പ് ചെയ്യുന്ന ഘട്ടത്തിലാണ് വാസ്തവത്തിൽ സ്വപ്ന സുരേഷ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള വിചാരം സ്വപ്ന സുരേഷിന് ഇദ്ദേഹത്തോടുണ്ടായിരിക്കുന്ന ഒരു ഇൻറ്റിമസി, അകാരണമായിരിക്കുന്ന ഒരു ഇൻറ്റിമസി, അത് ഒരുപടി ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം ഒരു ഇൻറ്റിമസിയെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിനെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന മുഴുവൻ സംഭവങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളുമായി അവർക്കുണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ വളരെ ഗംഭീരമായി, അവർക്ക് അറബി സംസാരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അവരുടെ ഭാഷാപരമായ നൈപുണ്യം, ഇതെല്ലാം തന്നെ വളരെ ഭംഗിയായി ഉപയോഗിച്ച് ഇത് മുഴുവൻ ചെയ്തു കൊണ്ടുവന്നു. ഈ ചെയ്തുകൊണ്ടുവന്ന് അവസാന ഘട്ടമെത്തിയപ്പോൾ എന്തായി തീർന്നു? റീറൂട്ട് ചെയ്ത് മറ്റൊരു രാജ്യത്തിനകത്തുള്ള ഒരു ഭരണാധികാരിയുടെ ഭാര്യയെയും കൊണ്ടുപോകേണ്ട സ്ഥലത്ത് നിന്ന് തെറ്റി മാറ്റിയിട്ട് ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം വരെ ആ സംഭവം എത്തുന്നു. ഇത് വളരെ കൃത്യമായിരിക്കുന്ന ദേശവിരുദ്ധമായ എന്ന് പറയാവുന്ന ഒരു പ്രയോഗം വരാവുന്ന രീതിയിലേക്ക് വരാവുന്ന ഒരു വലിയ ക്രൈമാണ് സംഭവം.
ഈ ക്രൈം നടന്നിട്ട് പോലും കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന ജുഡീഷ്യൽ സംവിധാനം, കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന അന്വേഷണ സംവിധാനം, എന്തൊരു ദേശീയ അന്വേഷണ ഏജൻസികൾ, ഈ ഏജൻസികളെല്ലാം വരെ നിഷ്പ്രഭരായി നിന്ന് പോവുകയും വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലേക്ക് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഓരോ മേഖലയിൽ കൊണ്ടുപോയി ഈ പറയുന്ന കേസിന്റെ കോറും ക്രക്സും അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇത് അട്ടിമറിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ബന്ധം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ഇന്ത്യ കണ്ടിരിക്കുന്ന നമ്പർ 1 ദല്ലാള്, ഏറ്റവും വൃത്തി കണ്ടിരിക്കുന്ന ദല്ലാൾ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മടിയുമില്ലാതെ ഞാൻ പറയും അത് ഈ വിജയനാണെന്ന് ഞാൻ പറയും, അതും ഈ വിജയനാണെന്ന് ഞാൻ പറയും. കാരണം അല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ക്രൈം ചെയ്തിട്ട്, എത്രയും വലിയ അതായത് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനിടയിൽ വരാവുന്ന മറ്റൊട്ടനവധി കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റൊരവധി ആ വിഷയങ്ങൾ നമ്മൾ വിട്ടുകളയാണ്. ഇതെല്ലാം തന്നെ ചെയ്തു വന്നിട്ട് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ മറ്റാളുകൾ മുഴുവൻ തന്നെ ഇതിൽ പ്രതിപട്ടികയിൽ വരികയാണ്. അവരുടെ ജീവിതം ഹോമിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഈ കേരളത്തിലെ പൗരബോധമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ട് എങ്കിൽ ആ സംഘടന ആദ്യമായി ചെയ്യേണ്ടത് ഈ മനുഷ്യനെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യണം, വിജയനെതിരെ കോടതിയിൽ ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്യുന്നെടുത്ത് വെച്ച് മാത്രമാണ് കേരളത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുക. നിങ്ങൾ നോക്കൂ, ഇത് എത്ര കുറ്റകൃത്യങ്ങളുടെ പെരുമഴക്കാലമാണ് ഈ മനുഷ്യൻ നടത്തിയത്. അതിനകത്ത് ഒരൊറ്റ ഒന്നിനകത്ത് പോലും ഇയാൾ പ്രതിയാവുന്നില്ല. ഇയാളെ ഭാര്യ പ്രതിയാവണ്ടേ? സുപ്രാ സുരേഷ് എഴുതിയിരിക്കുന്ന ചതിയുടെ വപ്പൻഗുഹം എന്ന് പറയുന്ന പുസ്തകത്തിലെ പേജറിനോട് വിട്ടുപോയി 38 42 എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് വളരെ കൃത്യമായി ലിഫോസിനകത്ത് വെച്ച് കിടക്കുന്ന ചർച്ചക്കകത്ത് ഇദ്ദേഹത്തിന് കമല പറഞ്ഞിരിക്കുന്ന കമന്റേറ്റ് പറയുന്നുണ്ട്. ആ പറയുന്ന സമയത്ത് ഇത്രയും പൊന്ന് ഞാൻ തരാമെന്ന് പറയുമ്പോൾ ആ പൊന്നെ എവിടെ തീർച്ച് കണക്ട് ചെയ്യേണ്ടതാണ്? വാസ്തവത്തിൽ ശബരിമല കൊള്ള സ്വർണ്ണക്കൊള്ളയുമായി കണക്ട് ചെയ്യേണ്ടതല്ലേ അത്? അല്ലെങ്കിൽ എത്ര പോലീസുകാർ കണക്ട് ചെയ്യും? എന്നേക്കാൾ മനോഹരമായി അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവഗാഹമുള്ള ആളല്ലോ ഈ പറയുന്ന രാജ്മോഹൻ സാറ്. അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ലേ? എത്ര സംഭവങ്ങളുണ്ട് ഇങ്ങനെ. ഇതൊന്നുമില്ല. അത് അവസാനം എന്താണ്? ഇതിനകത്ത് ടെററിസം സംഭവത്തിന് ഇൻഡക്ട് ചെയ്യാൻ കഴിയില്ല, മറ്റേത് ചെയ്യാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല, ഇതായില്ല. പക്ഷേ പത്രങ്ങളും വിഷ്വൽ മീഡിയയിലും മുഴുവൻ തന്നെ NIA വരുന്നു, ED വരുന്നു, എല്ലാം വരുന്നു. ഇപ്പൊ അവസാന ഘട്ടത്തിൽ ഇതാ പിണറായി കഴിഞ്ഞ ദിവസവും ED വന്നു. എവിടെ എത്തി? ഒന്നും എത്തിയില്ല. ഇത് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ശരിക്ക്? നാം മനുഷ്യർ, കേരളത്തിലെ ഓരോ മനുഷ്യരും അപമാനിക്കപ്പെടുകയാണ്. ഒരൊറ്റ ബാക്കി ഡാഷ് വാക്കിയാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ. ഇത് ഞാൻ വളരെ ക്ഷുഭിതനായി തന്നെ പറയുന്നതാണ്, രോഷം കൊണ്ട് പറയുന്നതാണ്. ഇതൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആദ്യമായി നിങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് അനുഭാവിയായി പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രതിജ്ഞ എന്താണെന്നറിയോ? പാർട്ടിക്കകത്ത് കളവ് പറയില്ല എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് ഒരിക്കലും കളവ് പറയില്ല. ഇപ്പൊ ചെയ്ത പണി എന്താണ്? പാർട്ടിക്കകത്ത് അയാൾ കളവ് പറഞ്ഞു എന്നല്ല, പാർട്ടി ഒന്നടങ്കം കളവ് പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. സാരയുള്ള സാധാരണക്കാർക്ക് ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ ഇയാളെ ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തിട്ടാണ് നമ്മൾ ഈ സാധനം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരായിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ, സാധാരണക്കാര മനുഷ്യൻ ഇത്രയും ഒരു കേസ് നടത്താൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഇവിടുന്നാണ് ഈ അവിടെ വെൽത്ത് വരുന്നത്. സാധ്യമല്ല. നിങ്ങൾക്ക് കഴിയില്ല, എനിക്കും കഴിയില്ല, ഒരു കാരണവശാലും കഴിയില്ല. അപ്പൊ ഇത് വരാവുന്ന പണം മുഴുവൻ തന്നെ വരുന്നു. ഇതിനകത്ത് ഓരോ ആളെയും കോടതിയിൽ വെച്ച് ഏത് ബെഞ്ചിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്ന അന്യായം ചെല്ലേണ്ടത് എന്ന് വരെ ക്രമീകരിക്കുന്നു. അങ്ങനെ ക്രമീകരിച്ചു വരുമ്പോ സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യൻ, നീതി തേടി അറിയുന്ന മനുഷ്യൻ, സുപ്രിയെ പോലുള്ള സാധാരണ മനുഷ്യൻ, സാധാരണ പൗരർ, ഇവർക്ക് എന്ത് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇതിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും ഈ നരാധവൻ കൊട്ടിയടക്കുന്നു എന്നുള്ളതാണ്. ഇയാൾ. ഇതാണ് വലിയ ക്രൈം. ഇതാണ് അവിടെ ഇത്രയും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു ഉദാഹരണം കൂടി ഇതുമായി ബന്ധമില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ ഇത് ഇടിഞ്ഞല്ലോ. ആ ഇടിഞ്ഞ സമയത്ത് 7 ആളുകളാണ് കൊല്ലപ്പെട്ടു, 7 ആളുകൾ മരിച്ചു. ഈ നീചൻ പറഞ്ഞിരിക്കുന്ന കമന്റ് എന്താണ്? അവിടെ പോയിട്ട് പറഞ്ഞു, നീചൻ പറഞ്ഞിരിക്കുന്ന കമന്റ് എന്താണ്? ഇയാൾ പറഞ്ഞത് ഇത് സൂത്രപ്പണിയിലൂടെ നേടിയതല്ല ഈ പാരിസ്ഥിതിക റിപ്പോർട്ട്, ഇതിനുള്ള അനുമതി എന്നാണ്. ഇതാരെ പരിഹരിച്ചതാണ്? വളരെ കൃത്യമാണ്, അത് VD സതീശനെ പരിഹരിച്ചതാണ് ആ സംഭവം. പക്ഷേ ഇത്രയും വലിയ ദുരന്ത മുഖത്ത് നിന്ന് ഇത്രയും വൃത്തികെട്ട അധാർമികമായിരിക്കുന്ന ഒരു വാക്ക് പ്രയോഗിക്കാൻ എങ്ങനെയാണ് സാർ ഈ കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിക്ക്, പാർട്ടി സെക്രട്ടറിക്കും സാധ്യമാകുന്നത് എന്നതാണ് ചോദ്യം. ഈ ഒരൊറ്റ വിഷയത്തിന്റെ കൂടെ തന്നെ കോടതി ഇയാൾക്കൊരു സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. 7 ആളുടെ പടുമരണം. ഒരു കുഞ്ഞുകുട്ടി, ഒരു വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടി, അന്യ സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഉപ്പ ഇവിടെ മരിക്കുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ മരിക്കുകയാണ്. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാൻ അതിന്റെ തൊട്ട് പിറ്റേ ദിവസം കുഞ്ഞുകുട്ടി കാത്തിരിക്കുകയാണ്. അച്ഛൻ മരിച്ചുപോയി. നിങ്ങൾക്ക് സങ്കടമില്ല?
എന്താ കാര്യം എന്നറിയോ? ഇവിടെ ജീവിതത്തിൽ എന്ത് വേണമെന്നറിയാം? പശ്ചാത്താപം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം എന്നൊരു വാക്കുണ്ട്. അത് ഒന്നും അല്ലെങ്കിൽ ആത്മവഞ്ചന എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഈ മൂന്ന് വാക്കുകളും അന്യം നിന്ന് വയ്ക്കുന്ന, അറിയാതിരിക്കുന്ന ഒരു ഏറ്റവും കടപ്പണം കെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നടത്തിയിരിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് സത്യത്തിൽ എന്തായി തരിയോ? ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തായിത്തീർന്നു? കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്തുകാരിയായി അപമാനിക്കപ്പെട്ടു. ഇയാളുടെ ഭാര്യ എവിടെ? എവിടെ കമല? എവിടെ കമല? എവിടെ ഇയാളുടെ മകൾ വീണ? എവിടെ ഈ മനുഷ്യൻ? ചോദ്യം ഇതാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിന് പകരം എന്ത് പറയാമെന്നറിയോ? ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ നശിപ്പിക്കാൻ പടക്കപ്പെട്ട എന്താ പറയാ, ഈ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. ഈ നശിപ്പിക്കുന്നിടത്തല്ല മനുഷ്യരുള്ളത്, മറിച്ച് ഇതിന്റെ വില ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ മനുഷ്യനെതിരെ പൊതുസമൂഹം കേസ് കൊടുക്കണം, കോടതിയെ സമീപിക്കണം. ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സഹസ്ര കോടികൾ, സുരേഷ് പറഞ്ഞിരിക്കുന്ന വാക്കാണത്. സഹസ്ര കോടികൾ, ഇത്രയും വലിയ സഹസ്ര കോടികൾ നാളമില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളറിയോ? എന്റെ വീട്ടിന്റെ മുമ്പിൽ, എന്റെ വീട്ടിൽ പാട്യാലമുക്ക്, ആ പാട്യാലമുക്കിൽ ഇയാളുടെ മകളുടെ വിവാഹത്തിന്റെ ആവശ്യാർത്ഥം അന്ന് അവിടെ മൂടിക്കളഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വെള്ളം പോകുന്ന ഓവിയാലുണ്ട്. ആ ഓവിയാൽ പോകുന്നതിന് മരം എന്താ അറിയോ? അത് ആ വഴിയിലൂടെ ഒറ്റയാൾക്ക് ഇപ്പോ ഈ മഴക്കാലത്ത് നടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അറിയോ നിങ്ങള്? വർഷം എത്രയായി? അനീതികൾ പേമാരി പോലെ പെയ്ച്ചിട്ട് പോലും ഇയാൾക്ക് ഒരു മണ്ണാങ്കട്ടെ സംഭവിക്കാൻ ഉളുപ്പില്ലാതെ നടക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു FB പോസ്റ്റ് എന്ന വന്നിരിക്കുന്ന പോസ്റ്റ് എന്നറിയാം. ഇയാള് മേപ്പാടിയിൽ പോയപ്പോ ഇയാൾ മുണ്ട് പറകി കുത്തിയപ്പോ ഇയാളുടെ കാലിന്റെ അടുത്ത് വന്നിരിക്കുന്ന കറുപ്പ് ഇപ്പൊ ഇതിനകത്ത് എന്റെ കാല് കാണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. അത് വലിയ വീരസാധ്യത്തിന്റെ കഥയാണെന്ന് 50 കൊല്ലം മുമ്പുള്ള സംഭവേ. എന്റെ വലത്തെ കാലോ എന്താ പറയൂട്ട് വരാ? അപ്പൊ ഞാൻ ഇത് വൈകാരികമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും അധാർമികത ചെയ്തിട്ട് ഒരു പൊതുസമൂഹത്തെ മുഴുവൻ നാടൻ കെടുത്തിയിട്ടും ആ നാടൻ കെടുത്തിയ സംഭവത്തെ അലങ്കാരമായി കൊണ്ടുകിടക്കാൻ പാർട്ടിക്കാരനെ ഐകരിക്കുമ്പോൾ മിസ്റ്റർ നമ്പ്യാർ ഒറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് എന്റെ ആദ്യത്തെ പോർഷൻ അവസാനിക്കും. പാർട്ടിക്കകത്ത് ഇയാൾ നീചനും കള്ളനും ചതിയനും വഞ്ചകനുമാണ് എന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഇയാളുടെ നാശത്തിന്റെ ഏറ്റവും വലിയ ആരംഭമായി അത് വിലയിരുത്താവുന്നതാണെന്ന് മാത്രമാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ ഇപ്പൊ പറയാനുള്ളത്.